ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇന്ന് കൊച്ചി ടു ഡൽഹി സ്റ്റാർട്ട് ചെയ്യാണ്. ഡൽഹിയിൽ നിന്ന് അങ്ങനെ കുറേ ദൂരങ്ങളിലേക്ക് പോകണം. ഡൽഹിയിൽ നിന്നും ഒത്തിരി ദൂരങ്ങളിലേക്ക് പോകാനുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം എന്തൊക്കെ കിട്ടുമെന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷേ expecting lot of best visuals. നോക്കാം നമുക്ക് ഈ യാത്രയ്ക്കിടയിൽ എന്തൊക്കെ നമുക്ക് കിട്ടുമെന്ന് നോക്കാം. ഇപ്പോൾ നേരം 7 മണി 7:30 മണി കഴിഞ്ഞു. 8:50 ഫ്ലൈറ്റ്. പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അങ്ങനെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് എയർപോർട്ടിൽ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇഡ്ഡലിയും ദോശയൊക്കെ ചോദിച്ചപ്പോൾ അവിടെ ഇഡ്ഡലി കുറച്ച് ലേറ്റാവും, ദോശ ഒരു 15-20 മിനിറ്റ് എടുക്കും, പിന്നെ പൂരിയും കുറച്ച് സമയം എടുക്കും. ടോക്കൺ നമ്പർ ഒരു 15-20 പുറയിലാണ്. എന്നാൽ പിന്നെ കാലത്ത് തന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് കാലത്ത് തന്നെ നമ്മൾ KFC കയറി. എന്നാൽ പിന്നെ KFC ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. KFC ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്ന അപൂർവം ചില നിമിഷങ്ങൾ ആണ്. എന്തെങ്കിലും ആവട്ടെ, നമ്മൾ ചില നേരത്ത് നടുക്കഷ്ണം തിന്നണമെന്നല്ല പറയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് KFC ഇത് ഒരു കോംബോ പാക്കാണ്. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയാക്കാം. അപ്പം നമ്മൾ ബോർഡിങ്ങിൽ കയറി. വിസ്താരയാണ് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുള്ള ഫ്ലൈറ്റ്. അപ്പോൾ നമ്മളിങ്ങനെ ബോർഡിങ്ങിലേക്ക് കയറാൻ പോവാം. ബോർഡിങ്ങിൻ്റെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ നമ്മൾ കൊള്ളാം അല്ലേ? നല്ല രസമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് പേരാണ് വിസ്താര. അവിടെ ഗോ ഫ്ലൈറ്റ് കിടക്കുന്നുണ്ടല്ലേ. പുള്ളി കയറിയിട്ടുള്ള ടിക്കറ്റ് എന്താണെന്ന് നോക്കാം.
കഴിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ആദ്യം കുറച്ച് കഴിച്ചു. പക്ഷേ ഇപ്പം നമുക്ക് ഇനി ഫ്ലൈറ്റിൽ നിന്ന് കൂടി കഴിക്കാം. അതിലെന്തൊക്കെയാന്ന് നോക്കി, ഇഡലി ഉണ്ട്, ചമ്മന്തി, ഉപ്മാ, പിന്നെ ബ്രെഡ് ബട്ടർ ജാമുണ്ട്, പിന്നെ ഒരു നല്ല വാട്ടറിൻ്റെ ബോട്ടിലും. ഓക്കെ, അപ്പോൾ നോക്കാം അടുത്ത വിശേഷങ്ങൾ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതോ കുറേ ഒരു 6 കിലോമീറ്റർ 10 കിലോമീറ്റർ ഇടയിലൊരു ചെറിയ ചെറിയ ഗ്രാമങ്ങളും അങ്ങനെയുള്ള ഏതോ ഒരു സ്ഥലത്തിൽ കൂടെയാണ്, അങ്ങനെയുള്ള ഏതോ ഒരു സ്ഥലത്തിൻ്റെ മുകളിലൂടെയാണ്. നോക്കിയാൽ മനസ്സിലാവും. ഇടയ്ക്കിടയ്ക്ക് ഗ്രാമങ്ങൾ കാണാം, ബാക്കി ഇങ്ങനെ മരുഭൂമി പോലെ തരിശായ സ്ഥലങ്ങളും കാണാം. നമ്മുടെ കേരളത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്താൽ ഇതുപോലെ ഒരു സംഭവം കാണാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ പച്ചപ്പ്, അല്ലെങ്കിൽ തുരുതുരാന്ന് വീടുകൾ.